അങ്ങനെ ജയനിർമ്മല ആകെ വിഷമത്തിൽ അവിടെ ഇരിക്കുകയാണ് ട്ടോ. ആ സമയത്ത് അവരുടെ മുൻപിൽ മനസാക്ഷി വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിനക്കിപ്പോ നല്ല കുറ്റബോധമുണ്ടല്ലേ ജയനിർമ്മല? നീ എന്തൊക്കെയാ നിന്റെ മകന്റെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയത്? ഭാവനയെ സൂര്യയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് നീ ചെയ്യാത്ത ക്രൂരതയുണ്ടോ? ഇതെല്ലാം ചെയ്തിട്ടും നീ അടങ്ങി നിന്നോ? അവസാനം നിന്റെ ജീവൻ തന്നെ മരണത്തോട് അടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ നിന്നിലുള്ള മനുഷ്യസ്ത്രീ ഉണർന്നു. പക്ഷെ അപ്പോൾ വിധി നിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിന്നു. നിനക്ക് ഒരു അനന്തരാവകാശിയെ വേണ്ടി വന്നു. നിന്റെ കുടുംബം നിലനിൽക്കാൻ വേണ്ടി ഒരാളെ ആവശ്യമായി. അതിനു വേണ്ടിയിട്ട് നീ മറ്റു ഗർഭപാത്രങ്ങൾ തേടി അലയുന്നു. നീതിദേവതയുടെ കണ്ണുകൾ സത്യമുള്ളതാണ്. നീ ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ശിക്ഷ അനുഭവിക്കുന്നത് നിന്റെ മകനാണ്. നീ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം നിനക്കോ നിന്റെ പരമ്പരകൾക്കോ ഒരു അനന്തരാവകാശ ഇല്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കും. നിന്റെ മകനിലൂടെ തന്നെ ഈ കുടുംബം അന്യാധീനപ്പെട്ടു പോകാനാവും നിന്റെ വിധി. നിന്റെ സ്വന്തം മനസാക്ഷിയായി എന്റെ വാക്കുകൾ പോലും നീ മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ട് നീ അനുഭവിക്ക്, നീ ഒറ്റയ്ക്ക് അനുഭവിക്ക് എന്നൊക്കെ പറയാട്ടോ. എല്ലാം കേട്ട് ജയനിർമ്മല പൊട്ടിക്കരയാണ്. എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. ഇല്ല, ഇത് സംഭവിക്കാൻ പാടില്ല. ഇതോട് കൂടിയിട്ട് എന്റെ തറവാട് അന്യം നിന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇനി അങ്ങനെയെങ്ങാൻ സംഭവിച്ചാൽ അത് കാണാൻ ഞാൻ ഉണ്ടാകാൻ പാടില്ല എന്നവർ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഗുളികകളുടെ ബോക്സിൽ നിന്നും ഒരു കുപ്പിയെടുത്ത് അത് തുറന്ന് അതിൽ നിന്നും അല്പം ഗുളികകൾ കയ്യിലേക്ക് കമഴ്ത്തുകയാണ്. എന്നിട്ട് അവർ ഇത് വായിലേക്കിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ മാനസ വന്ന് തട്ടി മാറ്റിയാണ് ട്ടോ. എന്താ ആന്റി ചെയ്യുന്നത്? ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് സൂര്യ, ഭാവന എന്നൊക്കെ ഉച്ചത്തിൽ വിളിക്കുകയാണ് ട്ടോ. ഇത് കേട്ട് സൂര്യയും ഭാവനയും അവിടെ ഓടിയെത്തുകയാണ്. സൂര്യ വന്നിട്ട് എന്താ അമ്മ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. മാനസ പറയുന്നത്, സൂര്യ, ഞാൻ വന്ന് നോക്കുമ്പോൾ ആന്റി ഒരുമിച്ച് സ്ലീപ്പിംഗ് പിൽസ് എടുത്തിട്ട് വായിലിടാൻ നോക്കുകയായിരുന്നു എന്ന്. അതിന് മാത്രം ഇവിടെ എന്താണ് അമ്മ ഉണ്ടായത് എന്ന് ഭാവനയും സൂര്യൻ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ജയ പൊട്ടിത്തെറിക്കുകയാണ്. ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? എല്ലാവരും കൂടി എനിക്ക് വീണ്ടും ആശ തന്നിട്ട് ഇപ്പോൾ അത് നഷ്ടപ്പെട്ടില്ലേ? മതിയായി, എനിക്ക് ഈ ജീവിതം തന്നെ മതിയായി എന്ന് പറഞ്ഞ് അവർ കരയാണ്. അവസാനം സൂര്യ അത് ചോദ്യം ചെയ്യാൻ നിൽക്കും. ജയദേവരുടെ ദേഷ്യത്തിൽ എല്ലാവരും ഈ റൂമിൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് അവരെ ഓട്ടി ഇറക്കുകയാണ്. അപ്പോൾ മാനസ പറയുന്നത്, എങ്കിൽ ഞാനും ഇറങ്ങിയേക്കാം, എനിക്കും ആരുമില്ലല്ലോ, ആന്റി ഇല്ലാത്ത ഈ ഭൂമിയിൽ ഞാനുമില്ല, ഞാനും ആത്മഹത്യ ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ഒരുവിധം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സൂര്യ മാനസയോട് അമ്മയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറയാൻ ട്ടോ. അങ്ങനെ മാനസ ജയനിർമ്മലയുമായിട്ട് സോഫയിൽ പോയിരിക്കുക. പിന്നീട് സൂര്യയും ഭാവനയും ആ റൂം ക്ലീൻ ചെയ്യായിരുന്നു ട്ടോ. അങ്ങനെ സോഫയിൽ നിന്ന് ജയനിർമ്മൽ അല്പമൊന്നും മയങ്ങാൻ ആ സമയത്ത് അവരുടെ കാതുകളിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുക. എന്നിട്ട് അവൻ ഞെട്ടി എണീക്കുക. മാനസ, എന്താ ആന്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ മാനസ പറയുന്നത് അതൊക്കെ ആന്റിക്ക് തോന്നുകയാണ്. അവസാനം മാനസയോട് അവർ മനസ്സ് തുറന്ന് സങ്കടം പറയാം. ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഞാൻ ചെയ്തു കൂട്ടിയ ക്രൂരതയെ കൊണ്ട് വിധി എന്റെ ആ ആഗ്രഹം തട്ടിക്കളഞ്ഞു. ഇതോട് കൂടിയിട്ട് എന്റെ കുടുംബം അന്യാധീനം വിട്ട് പോവുകയാണല്ലോ മാനസ എന്നൊക്കെ പറഞ്ഞ് അവർ കരയാണ്. ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നു, ആര് പറഞ്ഞു ആന്റിക്ക് ഒരു പേരക്കുട്ടിയെ കാണാൻ ഭാഗ്യമില്ലെന്ന്? ആന്റി എന്റോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ആന്റിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. മനസ്സിലായില്ല നീ എന്താ പറയുന്നത് എന്ന് ജയ ചോദിക്കുകയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ആന്റി സമ്മതം തന്നു. ഭാമക്ക് ചെയ്യാൻ കഴിയാതായി പോയ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തോളാം. ഇത് കേൾക്കുമ്പോൾ ജയ ആകെ ഷോക്കായിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അതെ ആന്റി, സൂര്യയുടെ ഭാവനയുടെ കുഞ്ഞിനെ ഞാൻ ജന്മം നൽകിക്കോളാം. ഇങ്ങനെ മാനസ് വീണ്ടും പറയാണ്. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അതൊന്നും ശരിയാവില്ല. ഇനി ആ പാപം കൂടി പേറാൻ എനിക്കൊണ്ട് വയ്യ. അപ്പോൾ മാനസ പറയുന്നത്, ആന്റി എന്ത് പറഞ്ഞാൽ ശരി, ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഒന്നെങ്കിൽ ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാനും ആന്റിക്കൊപ്പം മരിക്കും, അതുമല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് വരെ പോകും എന്നൊക്കെ പറയട്ടെ മാനസ്. അവസാനം പറയുന്നുണ്ട്, ആന്റി നാളെ തന്നെ ഭാമയ്ക്ക് വേണ്ടി ഭാവനയും സൂര്യൻ കണ്ട ആ ഡോക്ടറെ പോയി കാണണം നമുക്ക്. എന്താ ആന്റി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ കൈ കാണിക്കുകയാണ്. അവസാനം നിവർത്തികേട് കൊണ്ട് ജയനിർമ്മൽ മനസ്സില്ലാതെ മനസ്സോടെ അതിന് സമ്മതിക്കുകയാണ് ട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ് ട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഭാമ അബിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ ജയനിർമ്മലയുടെ കയ്യിൽ നിന്ന് ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ചു. പിന്നീട് ഭാമയുടെ കുഞ്ഞിനെ ഭാവനയ്ക്ക് നൽകാമെന്ന് അംബാലിക പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറയാൻ. എല്ലാം കേട്ടിട്ട് അബിക്കായി വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി എന്ന് ഗായത്രി മായൊക്കെ പറയുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, അബി എന്തായാലും വാടക വീടെടുത്ത് മാറാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് പറയട്ടെ ഭാമ. നിന്റെ കാര്യം ഇങ്ങനെയായി, പക്ഷെ ഭാവനയുടെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. വല്ലാത്തൊരു തലവിധിയാണ് അവർക്ക് ഈശ്വരൻ നൽകിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വീർപ്പിടാണ്ട് ഗായത്രി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവിടെ ജയനിർമ്മല നേരത്തെ സൂര്യയും ഭാവനയും കാണിച്ച ആ ഡോക്ടറെ കാണുകയാണ്. എന്നിട്ട് അവളുടെ ഓരോ സിറ്റുവേഷൻസ് പറയാണ്. അവർക്ക് മകനായിട്ട് സൂര്യ മാത്രമേ ഉള്ളൂ. പക്ഷെ ഭാവനയ്ക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല എന്നറിഞ്ഞതോടുകൂടി ആകെ തകർന്നു പോകും. അത് തന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പോൾ ഡോക്ടർ പറയുന്നത്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിയമം ലംഘിച്ചും ഭാമയെ സരോഗസിക്ക് വിധേയക്കാൻ തയ്യാറായത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ആരും ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ജയനിർമ്മല ഇങ്ങനെ പറയാൻ കേട്ടോ ഡോക്ടറുടെ മുന്നിൽ. അതുകൊണ്ട് ഭാമക്ക് പകരം മറ്റൊരാളിലൂടെ ഡോക്ടർ ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റി തരണം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതിനെന്താ, അതിന് പറ്റിയ ഒരാളെ നിങ്ങൾ കൊണ്ടുവരും, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. അതിന് തയ്യാറായിട്ടുള്ള ആ ലേഡിയെ നിങ്ങൾ കൊണ്ടുവരാം. എന്റെ കൂടെ വന്നിട്ടുണ്ട് ഡോക്ടർ, ഞാൻ അവരെ വിളിക്കാം എന്ന് പറയാൻ ട്ടോ.
ശേഷം ജയ മാനസയെ അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ മാനസയെ കാണുന്ന ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിന്റെ അച്ഛനും അമ്മയും അല്ലേ അന്ന് ഭാവനയെ അപകടപ്പെടുത്തിയത്? എന്നോട് എല്ലാ വിവരവും ഭാവന പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ. അപ്പോൾ ജയ പറയുന്നുണ്ട്, അതെ ഡോക്ടർ, ഇപ്പോൾ ഇവൾ തന്നെ മുന്നിട്ട് തയ്യാറായിട്ട് വന്നതാണ് ഭാവനയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണ്. ഇല്ല എന്ന് ജയ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത്, എങ്കിൽ ഇതൊരിക്കലും നടക്കില്ല. വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് സരോഗസിക്ക് വിധേയാക്കാൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് എതിർക്കാൻ കേട്ടോ ഡോക്ടർ. അപ്പോൾ വീണ്ടും ജയ, പ്ലീസ് ഡോക്ടർ, ഞങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഭാമയിലൂടെ ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതായിരുന്നു. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായില്ലേ. ഇനിയും എനിക്ക് ഇങ്ങനെ സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മാനസയും പറയുന്നുണ്ട്, അതെ ഡോക്ടർ, ആന്റി പറഞ്ഞ സത്യമാണ്. ഇന്നലെ തന്നെ ആന്റിയുടെ മാനസിക നില ആകെ തെറ്റി ആന്റി ആത്മഹത്യക്ക് വരെ എത്തിച്ചതാണ്. കൃത്യസമയത്ത് ഞാൻ കണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു ദുരന്തം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ സാധിച്ചത്. ഇനിയും അവരുടെ ഈ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ ഡോക്ടർ. എനിക്ക് എൻ്റെ ആന്റിയുടെ ജീവൻ വേണം. എന്നും ഞങ്ങളോടൊപ്പം നല്ല സന്തോഷത്തിൽ കഴിയുന്ന ആന്റിയെയും സൂര്യയെയും ഭാവനയൊക്കെ എനിക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ മുൻകൈയെടുത്ത് ഇറങ്ങിയത്. ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന സത്യമാണ്. പക്ഷേ എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഒരിക്കലും ഒരു ആശങ്കയുമില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആന്റിയുടെ കൂടെ ഇപ്പോൾ കഴിയുന്നത്. ഇനി ആന്റിയും കൂടി എൻ്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായാൽ പിന്നെ ഞാനില്ല. അതിലും നല്ലതല്ലേ എനിക്ക് ആന്റിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത്. എന്നിലൂടെ ഇനി ആന്റിയുടെ പരമ്പര നിലനിൽക്കണം. അതിനെനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് എൻ്റെ ഏറ്റവും വലിയ മഹത്വമായിരിക്കും. അതുകൊണ്ട് ഡോക്ടർ, ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് തയ്യാറായിട്ട് ഇതിനു വേണ്ടി വന്നിരിക്കുന്നത്. ഡോക്ടർ, ഈ കാര്യം നിഷേധിക്കരുത് പ്ലീസ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് മാനസയും ഡോക്ടറുടെ കൈ പിടിക്കുകയാണ് കേട്ടോ. ഡോക്ടർ ആവട്ടെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. നോക്കൂ കുട്ടി, ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ശരിക്കും നിയമവിരുദ്ധമായിട്ടാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നത്. ഇവിടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. വിവാഹം കഴിയുകയും ഒരു കുഞ്ഞിന്റെ അമ്മയാവുകയും ചെയ്യുന്ന സ്ത്രീകളെ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വിധേയമാക്കുന്നത്. അതും ആ കുഞ്ഞിന് അറ്റ്ലീസ്റ്റ് 7 വയസ്സെങ്കിലും തികയണം. പക്ഷേ അന്ന് ഭാമയെ വിധേയമാക്കുന്ന സമയത്തും അവളുടെ കുഞ്ഞിന്റെ പ്രായം ഒരു പ്രശ്നം തന്നെയായിരുന്നു. എന്നിട്ടും അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഞാൻ ഭാവനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറായി. ഇത് പുറത്തറിഞ്ഞാൽ എൻ്റെ പ്രൊഫഷനെ തന്നെ ബാധിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഡോക്ടർ. നിങ്ങൾ പോയിട്ട് മറ്റൊരാളെ തിരയൂ. വിധിയുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരാളെ കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയാണ്. അതുവരേക്കും ഭാവനയുടെയും സൂര്യയുടെയും സ്പേം ഇവിടെ തന്നെ ഞാൻ സൂക്ഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവസാനം ജയ പറയുന്നത്, ഡോക്ടർ പ്ലീസ് കൈവിടരുത്. ഡോക്ടർക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് പണം ഒരു പ്രശ്നമല്ല. എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പ് വലുതാണ്. അതിനുവേണ്ടി എത്ര ചിലവഴിക്കാൻ ഞാൻ തയ്യാറാണ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർക്ക് നേരെ കുറച്ച് ക്യാഷ് നീട്ടുന്നുണ്ട് കേട്ടോ. ക്യാഷും ഇവരുടെ സംസാരവും എല്ലാം കേൾക്കുന്ന ഡോക്ടർ അവസാനം സമ്മതിക്കുകയാണ്. എങ്കിൽ ശരി, ഈ കുട്ടിക്ക് മാനസികവും ആരോഗ്യവുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അതിനു മുൻപ് കുറച്ച് മെഡിക്കൽ ചെക്കപ്പുകൾ ആവശ്യമാവേണ്ടി വരും. അതിന് അടുത്ത ദിവസം തന്നെ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. ശരി ഡോക്ടർ, ഞങ്ങൾ ഉടൻ തന്നെ നാളെ തന്നെ വരാം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ വിവരം ഭാവന അറിയുമോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ജയ പറയുന്നുണ്ട്, ഇല്ല ഡോക്ടർ, ഡോക്ടറെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം മാത്രം ഭാവനയും സൂര്യയും അറിയിക്കാമെന്ന് കരുതിയതാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവൾ ഒരിക്കലും മാനസയുടെ ജീവിതം വെച്ച് കളിക്കാൻ തയ്യാറാകില്ല. അതുകൊണ്ട് എല്ലാം റെഡിയായ ശേഷം അവസാന നിമിഷം മാത്രം അവൾ അറിഞ്ഞാൽ മതി. എനിക്ക് എങ്ങനെയായാലും എൻ്റെ മോൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കണം. അതെൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ജയ. എന്നിട്ട് ഡോക്ടറോട് നന്ദി പറഞ്ഞിട്ട് ഉടൻ തന്നെ വരാം എന്ന് പറഞ്ഞ് മാനസികമായിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ വിജയപത്മനും ജാനകിയും വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഓടിയെത്തുകയാണ് കേട്ടോ. എന്താണ് ഗായത്രി ഞാൻ കേട്ടതെല്ലാം? അന്നേ പറഞ്ഞതല്ലേ ഭാമേ, നീ അംബാലികയെ സൂക്ഷിച്ചോ എന്ന്. അന്ന് നിനക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു അവളെ. ഇപ്പോഴെങ്കിലും അവളുടെ തനി സ്വഭാവം പുറത്തു വന്നില്ലേ? അന്ന് വീട്ടിൽ വന്ന സമയത്ത് അംബാലികളോട് ഞങ്ങൾ ചോദിച്ചതാണ്, ഇതിന് പിന്നിൽ തനിക്ക് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ എന്നൊക്കെ. എത്ര വാൺ ചെയ്തിട്ടും എന്താ, അവൾ ഒരിക്കലും നന്നാവില്ല. ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു ചതി നിലനിൽപ്പുണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ എന്നൊക്കെ ഭാമയോട് പറയാണ്. ഭാമ പറയുന്നുണ്ട്, അതേ അങ്കിൾ, ഞാനും ഒരുപാട് വിശ്വസിച്ചു പോയി വല്യച്ഛ അവരെ. ഇനി ഒരിക്കലും ഞാൻ അവരെ വിശ്വസിക്കില്ല. അവരെന്ത് പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ പോകുകയുമില്ല എന്നൊക്കെ ഭാമയും ഉറച്ചു തന്നെ പറയാണ്. അവർക്ക് ഇതിലെങ്ങാനും മോൾ അവർക്ക് പക്ഷം നിന്നിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതവും ഒപ്പം ഭാവനയുടെ ജീവിതവും തകരുമായിരുന്നു. അത് തന്നെയായിരിക്കണം അവരുടെ ലക്ഷ്യം. എത്ര ശ്രമിച്ചിട്ടും നിന്നെ അവിടെ നിന്നും അബിയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഉപയോഗിച്ചത്. എന്തായിരുന്നു അവർക്ക് ഭാവനയോടുള്ള സ്നേഹം? അത് കണ്ടാൽ തന്നെ അറിയാമായിരുന്നു അതിൽ കള്ളത്തരമുണ്ടെന്ന്. എന്തായാലും ഇപ്പോഴെങ്കിലും സത്യമെല്ലാം പുറത്തു വന്നല്ലോ, ഈശ്വരന്റെ അനുഗ്രഹമുണ്ട് എന്ന് പറയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നതിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറയാൻ കേട്ടോ ജാനകി. അപ്പോൾ ഗായത്രി
മായം പറയുന്നുണ്ട്. അതേ വല്യമ്മ, ഞങ്ങളും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. ഇപ്പോഴെങ്കിലും ഭാമക്ക് സത്യം തുറന്ന് പറയാനായതുകൊണ്ട് ഇവിടെ കൊണ്ട് കാര്യങ്ങളെല്ലാം അവസാനിച്ചു. ഇല്ലെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും തിരുത്താനാവാത്ത ഒരു പ്രശ്നമായി മാറിയേനെ ഇതെല്ലാം. ഭാവന എന്തു പറയുന്നു എന്ന് ചോദിക്കാൻ ജാനകി. എനിക്ക് അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. പാവം, ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് കാണും. ജയയുടെ അവസ്ഥ അതിലും കഷ്ടമായിരിക്കും അല്ലേ ഗായത്രി എന്നൊക്കെ ചോദിക്കാണ്. ഗായത്രി പറയുന്നുണ്ട്, ഇതറിഞ്ഞ് ജയനിർമ്മല ബോധം കെട്ട് താഴെ വീഴുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ ചെയ്തു. ഇപ്പോഴും അവരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്നാണ് ഭാവന പറഞ്ഞത്. അവർ ഒരുപാട് ആശിച്ചതല്ലേ ഒരു കുഞ്ഞിനെ, അതിന്റെ ഒരു പ്രത്യാഘാതമായിരിക്കും ഇതെല്ലാം എന്നൊക്കെ പറയാൻ കേട്ടോ അവര്.